പഠിച്ചു. ഇന്ന് ഞാൻ ഒരു സർപ്രൈസുമായി കൊണ്ടുവന്നത് നമുക്ക് കാണാം. ഓ ഗ്രേറ്റ് സർപ്രൈസ്! ഇത് എനിക്ക് തൊടിയിൽ നിന്നും കിട്ടിയതാണ്. എന്ത് സുന്ദരിയല്ലേ! അയ്യോ, ഇനി സുന്ദരനാവോ? എന്തായാലും എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠഭാഗമുണ്ട്. എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ട്. വലിയ മിനുസം ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. എപ്പോഴും തിന്നണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അപ്പിട ഈ പുഴുവിന് അത് മാത്രമേ ഹോബിയുള്ളൂ. എന്തായാലും ഞാൻ ഇതിനെ വളർത്തും. ടെക്സ്റ്റിലുള്ളത് സത്യമാണോ എന്നറിയാലോ. ഈ പുഴു പ്യൂപ്പയായി പൂമ്പാറ്റയാവുന്നൊക്കെയാണ് ഞാൻ പഠിച്ചത്. എന്തായാലും ഇതിനെ ഞാൻ തിന്നാൻ കൊടുത്ത് വളർത്താൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ പ്യൂപ്പയായിട്ട് കാണാം. ഞാൻ വീണ്ടും വന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ എൻ്റെ കുഞ്ഞിപ്പുഴുവേ? ഇന്ന് അതിൻ്റെ സ്റ്റേജ് എന്തായി എന്ന് ഞാൻ കാണിച്ചു തരാം. വരൂ. കണ്ടോ നിങ്ങൾ? അത് വലുതായി ഭംഗിയായ പ്യൂപ്പയായി. ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പൂമ്പാറ്റയായി പാറിപ്പോകും. എങ്ങനത്തെ പൂമ്പാറ്റയാകുക എന്ന് അറിയുമോ? ഞാൻ പറഞ്ഞു തരാം. ഇത് വലുതായാൽ നിശാശലഭമായി പാറിപ്പോകും. നിശാശലഭം എന്ന് പറഞ്ഞാൽ എന്താ എന്നറിയുമോ? രാത്രി സമയത്തിൽ കാണുന്ന കളറില്ലാത്ത പൂമ്പാറ്റകൾ. എന്തായാലും പൂമ്പാറ്റയായിട്ട് നമുക്ക് കാണാം. നാളെ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. ആദ്യം ഇതിന് ഭക്ഷണത്തിനോട് ആക്രാന്തമാണെങ്കിലും പ്യൂപ്പയായപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. ഇനി പൂമ്പാറ്റയായിട്ടേ കഴിക്കുള്ളൂ. വാശിക്കാരനാണ് എന്ന് തോന്നുന്നു. ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ. പ്യൂപ്പയായാൽ ഒരു പ്യൂപ്പകളും ഭക്ഷണം കഴിക്കാറില്ല. ഒരാഴ്ച പ്യൂപ്പയായി പൂമ്പാറ്റയാകും. ഇനി നമുക്ക് പൂമ്പാറ്റയായിട്ട് കാണാം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്തിനാണ് ഞാൻ ഈ കാട് മാറ്റൊരു സ്ഥലത്ത് ഇരിക്കുന്നത് എന്ന് അറിയുമോ? എൻ്റെ കുഞ്ഞു പുഴു പ്യൂപ്പയായി ഒരു നല്ല പൂമ്പാറ്റയായി. പക്ഷേ അത് നിശാശലഭമായില്ല. ഒരു നല്ല തടിച്ച ഒരു പൂമ്പാറ്റ. എന്ത് ഭംഗി അതിനെ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഈ സന്തോഷം. എന്തായാലും നമ്മൾ പഠിക്കുന്ന സാധനങ്ങളെല്ലാം ശരിയാണ് കേട്ടോ. ഞങ്ങൾ പഠിച്ചത് പുഴയിൽ നിന്നും പ്യൂപ്പയായി കുറേ ദിവസം ഉറങ്ങി പൂമ്പാറ്റയായി പാറിപ്പോകും. അതുകൊണ്ടാണ് ഈ എക്സ്പെരിമെന്റ് ഞാൻ ചെയ്തത്. നിങ്ങൾ എൻ്റെ വാക്യങ്ങൾ കേട്ട് ബോറടിക്കുന്നില്ലേ? നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടും. ആ പോയിക്കോട്ടെ. അത് അമ്മമ്മയുടെ വളർത്തുന്ന തേൻ കുടിച്ചിട്ട് സുന്ദരിയായി പാറിപ്പോയിക്കോട്ടെ. എന്നാ നമുക്കിനി കാണാം. തുറന്നപ്പോൾ പൂമ്പാറ്റ പാറിപ്പോയി. അവിടെ ഇരിക്കുന്നതല്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ നല്ല സന്തോഷത്തിലാണ്. ബൈ.